അസ്സാം വലൈക്കും വറഹമത്തുള്ള. സിനാനെ, കുറേ കാലമായി നമ്മൾ ഇരുന്നിട്ടൊന്ന്. അപ്പോ ഇപ്പോ പലസ്തീനിൽ ഞാൻ ആഴ്ചകൾക്ക് മുമ്പ് വായിച്ച വാർത്തയിൽ പലസ്തീനിലെ വേസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ ഒരുപാട് കെട്ടിടങ്ങൾ തകർന്നു ഇതിന്റെ ഭാഗമായിട്ട്, ഈ യുദ്ധത്തിന്റെ കൊടുമ്പിന്റെ ഭാഗമായിട്ട്. അപ്പോൾ അതിൽ പറയുന്നുണ്ട് 20 വർഷത്തോളം 50ഓളം ട്രക്കുകളിലായിട്ട് 20 വർഷത്തോളം നിരന്തരമായിട്ട് രാവും പകലുമില്ലാതെ അവിടുത്തെ വേസ്റ്റ് നീക്കം ചെയ്താൽ മാത്രമേ അവിടുത്തെ വേസ്റ്റ് പൂർണ്ണമായിട്ടും മാറുള്ളൂ എന്ന് പറ. അത്രയും വേസ്റ്റ്. അപ്പോൾ അതിൻ്റെ ആ യുദ്ധത്തിൻ്റെ അത്രയും ഭീകരത അതിൽ പറയുന്നത്. എന്നിട്ടും ഇപ്പോൾ പലസ്തീനിലെ ജനതയുടെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാറുണ്ട് പലസ്തീനിലെ ജനതയുടെ വീഡിയോസ്. തീർത്തും സന്തോഷകരമായിട്ട് നിൽക്കുന്ന പാലസ്തീനിയൻ പീപ്പിൾ. എന്താണ് ആ ഒരു ഹോപ്പ്, എന്താണ് ആ ഒരു സന്തോഷം? അത്രയും വലിയ ദുരന്തത്തിലും അവർ എങ്ങനെയാണ് ആ സന്തോഷം കാണുന്നത്? അതെങ്ങനെയാണ്? ഇതിന് പറഞ്ഞു വരുമ്പോൾ തന്നെ എനിക്ക് ആദ്യമായിട്ട് ഓർമ്മ വരുന്നത് ഈ ന്യൂക്ലിയർ അണുബോംബ് വിക്ഷേപണത്തെക്കുറിച്ച് നമ്മളെല്ലാവരും അറിയും, കേട്ടിട്ടുണ്ടാവില്ല. അത്തരം ഒരു മാരകമായ ഒരു പ്രയോഗം അവിടെ നടന്നിട്ടില്ലെങ്കിലും ഇതിൻ്റെ ഒരു അനന്തരഫലം അത്രത്തോളം ഉണ്ട് എന്നുള്ള നിലക്ക് പറയപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഈ ന്യൂക്ലിയർ ബോംബ് അഥവാ എന്താ ഫാറ്റ് ബോയ്, അതുപോലെ തന്നെ ലിറ്റിൽ ബോയ് ഒക്കെ അവിടെ അവിടെ സമർപ്പിച്ച സമയത്ത് എന്താ ഏറ്റവും വലിയ വിനാശകരമായ ഭവിഷ്യത്തുകളാണ് ഉണ്ടായിരുന്നത്, കെട്ടിടങ്ങൾ തകർന്നിട്ടാണെങ്കിലും മറ്റൊക്കെ ആണെങ്കിൽ. അപ്പോൾ അതിൽ നിന്ന് ജപ്പാൻ അഥവാ ടോക്കിയോ, ജപ്പാന് മറികടന്ന് വന്നൊരു ചരിത്രം കൂടിയുണ്ട്. ഇന്ന് ജപ്പാന്റെ അവസ്ഥ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഇമ്പാക്റ്റ് അവരുണ്ടാക്കിയിട്ട്. സാമ്പത്തിക ചാട്ടം. അതെ. ടോക്കിയോ ആണെങ്കിലും അവർ ഒളിമ്പിക്സ് നടത്തി. ഇനി അതുപോലെ മറ്റു മേഖലകളിലേക്കൊക്കെ അവർ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഒരു പ്രത്യേക ആസ്പെക്റ്റിൽ നമ്മൾ പറയേണ്ടതാണ്. എങ്ങനെ വെച്ചാൽ ഇച്ഛാശക്തി എന്ന് പറയും, വിൽ പവർ എന്ന് പറയുന്നുണ്ടല്ലോ, അതിൽ പിടിച്ചിട്ടാണ് ഇതിന്റെ ബാക്കി സംഭവങ്ങളൊക്കെ കടന്നു വരുന്നത്. ഫലസ്തീനിലെ ആളുകൾക്ക് ഈ ഇച്ഛാശക്തി കിട്ടുന്ന വെച്ചാൽ അവർക്കൊരു സ്പിരിച്വൽ ബേസ്മെന്റ് ഉണ്ട്. അവരെ പിടിച്ചു നിർത്താനുള്ളൊരു അത് തന്നെയാണ് ഞാൻ കഴിവുണ്ട്. പറഞ്ഞു തന്നെ. എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മളൊക്കെ ട്രെൻഡിങ് ആയ ഒരു പുസ്തകം ഉണ്ടായിരുന്നു, നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരില്ല, ഇക്കിഗൈ. സന്തോഷത്തിന്റെ കൊച്ചു രഹസ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് മലയാളത്തിലും ഇംഗ്ലീഷിലും ആരോഗ്യകരമായി എങ്ങനെ ആ അതിൽ പറയുന്ന ഒരു പ്രത്യേക പരാമർശമുണ്ട്, ഇച്ഛാശക്തി. അതുപോലെ തന്നെ നമ്മൾ ഒരു ലിബറലിസം, സോഷ്യൽ എൻജോയിങ്ങിന് അപ്പുറത്തേക്ക് നമുക്ക് ആത്മീയമായി മാനസികമായി എനർജി നൽകുന്ന സംഭവങ്ങളെ കുറിച്ച്. അപ്പൊ അതിൽ നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ട ആത്മീയമായ ഒരു വിൽ പവർ. ആ ആത്മീയമായ വിൽപ്പറകൾ പറഞ്ഞപ്പോൾ ഇപ്പോൾ കുറേ ആൾക്കാർ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ആത്മഹത്യകൾ വർദ്ധിക്കുകയാണ്. സോഷ്യൽ ആൻസൈറ്റി, ഡിപ്രഷൻ, മെന്റൽ ഡിസോർഡർ, ഇതൊക്കെ ഒരുപാട് മാനസിക രോഗങ്ങളൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്ന ആത്മഹത്യയിലേക്കും മറ്റു പല ദുരന്തങ്ങളിലേക്കും ഇതൊക്കെ എത്തിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ആത്മഹത്യ ഇങ്ങനെ നമ്മുടെ നാട്ടില് നല്ലപോലെ കൂടുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്ത് തന്നെ സ്വതന്ത്ര ചിന്തകരും യുക്തിവാദികളും ഈ ആത്മീയമായ ബേസ്മെന്റ്, ഈ മോറൽ അതെല്ലാം ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്, വെറും വേസ്റ്റ് ആണ് എന്ന് വാദിക്കുന്ന ആളുകളും ഒരു ഭാഗത്ത് വളരുന്നുണ്ട്. അപ്പോൾ ഇവിടെ അതിന്റെ ഈ ഒരു ഒരു കാരണം perspective ൽ എങ്ങനെയാണ് ഇതിലുണ്ട്. സ്പിരിച്വൽ? ഇത് ഞാനിപ്പോൾ ഈ ആത്മീയതയാണെങ്കിലും ലിബറൽസ് ആണെങ്കിലും എന്താണെങ്കിലും ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ മങ്കട ഗവൺമെൻറ് കോളേജിൽ ഡിഗ്രി പഠിക്കുന്ന കാലഘട്ടം, അന്ന് എൻ്റെ ജൂനിയറായിട്ട് അവിടെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ എൻ്റെ ജൂനിയറായിട്ട് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു, അനഘ എന്ന് പറയും. ആ വിദ്യാർത്ഥി ഒരു ദിവസം വൈകുന്നേരം, ഞങ്ങൾ സീനിയേഴ്സ് ക്ലാസ് കഴിഞ്ഞ് മടങ്ങുന്ന സമയത്ത് ജൂനിയേഴ്സിന് മുൻപേ ക്ലാസ് വിട്ടിട്ടുണ്ട്, എന്നിട്ട് അവരൊന്നും പോയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ബസ്സുകളിലേക്ക് കയറുന്നതൊരു സമരസപ്പെട്ട പരിപാടിയായിരുന്നു. ലൈൻ ബസ്സുകൾ, പ്രൈവറ്റ് ബസ്സുകൾ നിർത്തില്ല എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അത് സമരസപ്പെട്ട ആ പരിപാടിക്ക് ജൂനിയേഴ്സിന് നമുക്ക് സ്വാഭാവികമായി മാനസിക പരിഗണന വെച്ചിട്ട് ഞങ്ങൾ സീനിയർ വിദ്യാർത്ഥികളായിരുന്നു ബസ് തടഞ്ഞിട്ടോ അല്ലെങ്കിൽ നിർത്തിയിട്ടോ അവരതിലേക്ക് കയറ്റുക എന്നുള്ളൊരു പരിപാടിയുണ്ട്. അപ്പോൾ അങ്ങനെ കയറ്റി വിട്ടൊരു വിദ്യാർത്ഥിനിയായിരുന്നു ഇത്. പിറ്റേന്ന് രാവിലെ 9 മണിക്ക്, ഒരു വെള്ളിയാഴ്ചയായിരുന്നു, 9 മണിക്ക് ഈ വാർത്തയാണ് ഞങ്ങൾ കോളേജിലേക്ക് എത്തിയ ഉടനെ കേൾക്കുന്നത്, ആ വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തു എന്ന്. ഇത് കേട്ടൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഷോക്കായി. കാരണം തലേന്ന് വരെ ചിരിച്ചു കണ്ട ഒരു വിദ്യാർത്ഥിനിയാണ് ഒരു സുഹൃത്ത് പിറ്റേന്ന് കേൾക്കണ അവരുടെ മരണവാർത്തയാണ്. അപ്പൊ ഇതിന്റെ ഒരു പിന്നീട് അതിന്റെ അനന്തര പ്രൊസീജിയേഴ്സ്, കേസ്, FIR, അങ്ങനെ കുറെ പ്രൊസീജിയറൊക്കെ നടന്നേക്കാം. നമ്മളിപ്പോൾ ലാസ്റ്റ് ആയിട്ട് ഇപ്പോൾ അടുത്ത കേസ് ക്ലോസ് ചെയ്തു. അപ്പൊ അറിഞ്ഞത് എന്തോ ചോദിച്ചാൽ സ്വയം ആത്മഹത്യ ചെയ്തതാണ്, ഡിപ്രഷൻ ആയിരുന്നു. അതോടൊപ്പം തന്നെ ഈ ബോഡി ഷെയ്മിങ് ഉണ്ടല്ലോ, ബോഡി ആ വിദ്യാർത്ഥിനി അല്പം തടിച്ചൊരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു. അങ്ങനെ ഒരു ബോഡി ഷേമിങ് കേൾക്കുമ്പോൾ
അവർക്ക് പ്രതിരോധ റെസിസ്റ്റ് അതാണ് പറയുന്നത്. ഡിഗ്രി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനി എന്ന് പറഞ്ഞാൽ 18 വയസ്സ് എന്തായാലും ഉണ്ടാവും. 19 വയസ്സുള്ള കുട്ടിക്ക് ആ വിദ്യാർത്ഥിനിക്ക് താൻ സഹപാഠികളിൽ നിന്നാണെങ്കിലും ഏൽക്കാൻ പ്രതിരോധിക്കാനുള്ള ഒരു മാനസികമായൊരു പക്വത അല്ലെങ്കിൽ കഴിവ്, അതിനപ്പുറം ആത്മീയമായൊരു പിൻബലം ഇല്ലായിരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. ആത്മീയ പിൻബലം അവിടാണ് പ്രശ്നം. ചെറിയ പ്രശ്നത്തിൽ പോലും ആത്മഹത്യ പരിഹാരം കാണുന്ന ഈ കാലത്ത് എങ്ങനെയാണ് ആത്മീയമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു ഇത് അങ്ങനെ ഒരു ഇസ്ലാമില് ആത്മഹത്യ ഹറാമാക്കിയിട്ടുണ്ട്. അതെ നിശ്ചിതമാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ആത്മഹത്യകൾ ഇങ്ങനെ കൂടുമ്പോൾ ഒരു മുസ്ലിമായ ഒരു വിദ്യാർത്ഥി ഒരു വിദ്യാർത്ഥിനി അവൾക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി മുന്നിൽ വരുമ്പോൾ അവൾക്ക് ആദ്യം അവിടെ പെർസ്പെക്റ്റീവിൽ വരുന്നത് എന്താണ്, എൻ്റെ മതം എന്നോട് പറയുന്നുണ്ട് എന്താണ് ആത്മഹത്യ ചെയ്യരുത്, തീർച്ചയായിട്ടും ഞാൻ ആ നരകത്തിൽ ഒരു പോകും, ആ ഒരു പേടി ഉണ്ടാവും. അതെ. അതില്ലാത്തതുകൊണ്ടായിരിക്കണം താങ്കളുടെ ജൂനിയർ. അപ്പൊ ഇത്തരത്തിലുള്ള ദുരന്തങ്ങളിലേക്ക് മാത്രല്ല ഇപ്പൊ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ നമ്മളെ ഒരു ഇസ്ലാമിക് പെർസ്പെക്റ്റീവിൽ ഇതിനെ കാണുകയാണെന്നുണ്ടെങ്കിൽ ആത്മീയമായിട്ടുള്ള പല തെറ്റുകളിലേക്ക് ഇപ്പൊ നമ്മുടെ മതത്തിന്റെ കാര്യങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോൾ പല തെറ്റുകളിലേക്കും നമ്മൾ പോവാന് ഇപ്പൊ താങ്കൾ പറഞ്ഞു വരുന്നത് ഞാൻ എൻ്റെ ഒരു മനസ്സിലാക്കിയ ഐഡിയ ഞാൻ പറയാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പൊ ആത്മീയ പ്രതിരോധം ഇന്നത്തെ കാലഘട്ടത്തിൽ നിന്നാണല്ലോ നമ്മൾ ഇപ്പോൾ ഈ മേഖലയിൽ ഉയർച്ച കൈവരിക്കുക അല്ലെങ്കിൽ ആത്മീയമായ ഒരു ഉന്നതി കൈവരിക്കുന്നതിന്, അഥവാ ജീവിതത്തിൽ നമ്മൾ ഏത് തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുന്നതിന്, ജീവിതത്തിൽ വിജയം നേടുന്നതിന്, നല്ല പാതയിൽ സഞ്ചരിക്കുന്നതിന് ഒരാളുടെ അപ്പിയറൻസും കാര്യമായിട്ടുള്ള പിൻബലം നൽകുന്നുണ്ട്. അപ്പിയറൻസിൽ എന്തെന്ന് വരുന്നതെന്ന് ചോദിച്ചാൽ ആത്മീയമായ ഉന്നമനത്തിൽ ഇപ്പോൾ ഒരു വ്യക്തി അഥവാ ഒരു നമ്മളെ പോലുള്ള ഒരു വ്യക്തി നമ്മളിപ്പോൾ ഒരു ബീച്ചിലേക്ക് പോവുകയാണ്, അതല്ലെങ്കിൽ ഒരു പൊതു സമ്മേളനത്തിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ പൊതുവായി ആളുകൾ കൂടുന്ന ഒരു ഇടത്തേക്ക് പോവുകയാണ്. നമ്മൾ സ്വാഭാവികമായും കന്തൂറ ധരിച്ച് വെള്ള തലപ്പാവ് ധരിച്ച് പോവുകയാണെങ്കിൽ അവിടെ ഒരു മ്യൂസിക് പാർട്ടി നടക്കുന്നുണ്ട്, അതല്ലെങ്കിൽ നമ്മൾ അതിലേക്ക് പോകില്ല. അതാണ് നമുക്ക് ആത്മീയമായി വസ്ത്രം നമുക്ക് നൽകുന്ന അതിർവരമ്പുകളുണ്ട്. ഈ വസ്ത്രം ഇട്ടുകൊണ്ട് മറ്റിടത്തേക്ക് പോകുമ്പോൾ മറ്റുള്ളവർ അതാണ് ആത്മീയ പ്രതിരോധം. പ്രതിരോധമാണ് എല്ലാവർക്കും വേണ്ടത്. അതില്ലാത്തതുകൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഹിജാബ് അടക്കമുള്ള ഇന്നത്തെ തലമുറ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നങ്ങൾ ഹിജാബ് അടക്കമുള്ള വിഷയങ്ങളിലേക്ക് വരുമ്പോൾ ഇത്തരത്തിലുള്ള ഇപ്പോ എന്താ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിലും ഇപ്പൊ പ്രശ്നങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിലും മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ റേപ്പ് കേസാണെങ്കിലും പർദ്ദ ധരിച്ചുകൊണ്ട് അങ്ങനെ പോകുന്ന ഈ വിദ്യാർത്ഥിനികൾക്കും സ്ത്രീകൾക്കും അപകടങ്ങൾ കുറവാണ്. അത് ഈ ആത്മീയമായിട്ടുള്ള ഇത്തരത്തിലുള്ള വസ്ത്രധാരണം അതിനവരെ പ്രേരിപ്പിക്കുന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ മുസ്ലിം കമ്മ്യൂണിറ്റി ഇങ്ങനെ ഇസ്ലാം മതം പറഞ്ഞു, അതിനപ്പുറത്തേക്ക് ആത്മീയമായൊരു പിൻബലം നമ്മൾ എന്തായാലും ഇതിൽ അടിസ്ഥാനപരമായിട്ട് ഇസ്ലാമികമായ ഒരു കൾച്ചർ നമ്മളെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. ഇനി അതല്ലെങ്കിൽ പോലും ആത്മീയമായൊരു പിൻബലം ഞാൻ ഇനി പറയുന്ന ആളുകളെ കോട്ട് ചെയ്യണ ഒരു നമുക്ക് മാനുഷികമായ ഒരു പരിഗണന, അതല്ലെങ്കിൽ നമുക്കൊരു കൊട്ടേഷൻ കോട്ട് ചെയ്യാൻ നിൽക്കാണ്, ആധികാരികമായി എടുക്കേണ്ടില്ല. ഇപ്പം ഈ അടുത്ത കാലത്ത് കേരളത്തിൽ അറിയപ്പെട്ട ഒരു അഭിനേതാവ് പറയുകയുണ്ടായി, ഏത് പ്രതിസന്ധി ഘട്ടങ്ങൾ താങ്കൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചോദിക്കുന്നുണ്ട് അതെ, മതത്തെ പറ്റി ചോദിക്കുന്നുണ്ട്. അത് ഇസ്ലാം എന്നല്ല സ്പെസിഫൈ ചെയ്തിട്ടില്ല, ഏത് മതമാണെങ്കിലും എന്നല്ലാണ് ചോദിക്കുന്നത്. അപ്പോൾ മറുപടി പറയുന്നത് വെച്ചാല് ഇത്തരത്തിലുള്ള വിശ്വാസം കൊണ്ട് അവർക്ക് എന്തെങ്കിലുള്ള മാനസികമായിട്ടുള്ള അനുഭൂതി കിട്ടുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്രതിസന്ധികളിൽ പരിഹാരം കാണാതെ അവർ ചെയ്യുന്നതിൽ എന്താണ് പ്രശ്നം ചോദിക്കുന്നത്. കാണുന്നുണ്ടെങ്കിൽ നല്ല കാണുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം അത് പറയാൻ കാരണം. അതായത് ലിവിങ് ഫോർ പേർപ്പസ് എന്നുള്ളതാണ്. നമ്മൾ എന്തെങ്കിലും പേർപ്പസിന് വേണ്ടി ജീവിക്കുക എന്നുള്ള മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ജീവിതം കഴിഞ്ഞ് ഒരു അടുത്ത ജീവിതം വരാനുണ്ട്. അപ്പോൾ ഇത്തരം പ്രതിസന്ധികളിലൊക്കെ തരണം ചെയ്ത് അള്ളാഹുവിൽ ബരമേൽപ്പിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. ഈ പ്രതിസന്ധി പറയുമ്പോൾ ഇപ്പൊ നമ്മൾ പ്രതിസന്ധിയെ കുറിച്ച് പറഞ്ഞല്ലോ, ഒരു ചെറിയൊരു കഥ. ഇപ്പോൾ ഒരു മരം ശക്തമായ കൊടുങ്കാറ്റിൽ ആ മരത്തിൻ്റെ ഇലകളും ചില്ലകളും എല്ലാം ഒടിഞ്ഞുപോയി. നാട്ടുകാരെല്ലാവരും അത് എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ മരം എന്താ ഒടിഞ്ഞു പോവില്ല. കാരണം അതിൻ്റെ വേരുകളുണ്ട്, ഈ ആത്മീയമായ വേരുകൾ. മരത്തിനുള്ള വേരുകളാണ് ആത്മീയമായ വേരുകൾ. ആ മരത്തെ ഒരിക്കലും മുറിഞ്ഞു പോകാതെ മറിഞ്ഞു വീഴാതെ സംരക്ഷിക്കുന്ന ആ വേരുകളാണ് ആത്മീയത. ബാഹ്യമായിട്ടുള്ള ഇപ്പൊ പറഞ്ഞല്ലോ അത്തരം പ്രതിസന്ധികൾ നമ്മളിപ്പോ വിദ്യാർത്ഥികൾ എടുക്കുകയാണെങ്കിൽ കരിയർ അക്കാദമിക് ആയിട്ടുള്ള പരാജയങ്ങൾ സംഭവിക്കുന്നു, നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധി, വീട്ടിലെ പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് സോഷ്യൽ മീഡിയ, അതൊക്കെ പുറം ആ വേരുകൾ എന്തിനെയാണ് പ്രതിദാനം ചെയ്യുന്നത്? അത് അവരുടെ ആത്മീയമായിട്ടുള്ള ആ ദൈവികമായിട്ടുള്ള അവർക്ക് ഉണ്ടാകുന്ന ഒരു പവർ, അതാണ് ഇതിന് പറയുന്നത്. ഇപ്പോ നമുക്കൊക്കെ ഡെസ്റ്റിനി ഇതെല്ലാം അള്ളാഹുവിൽ നിന്നാണ്, ഇതെല്ലാം ഒരു പരീക്ഷണമാണ് ആ ഒരു വിശ്വാസം. ആ ഒരു വിശ്വാസത്തിനെ ഈ ആത്മീയമായി കണ്ടുകൊണ്ട് ഇതൊക്കെ പ്രതിസന്ധികൾ തരണം ചെയ്യുന്നത് മൂസാ നബിയുടെ സംഭവം. അതെ, മൂസാ നബി മൂസാ നബി ഇങ്ങനെ പോകുമ്പോ ഫിറോനെ ആട്ടിപ്പായിപ്പിക്കുമ്പോ മുന്നിൽ കടല്, ബാക്കിൽ ഫിറോനും സംഘവും തുടരാണ്. അപ്പോ കൂടെയുള്ളവരുടെ ഈമാന് വരെ ദൗർബല്യമാവുന്ന ഒരു അവസരത്തിൽ അവിടുന്ന് പറയുന്നുണ്ട്, അതുപോലെ തന്നെ എന്റെ കൂടെ എന്റെ പടച്ചവനുണ്ട്, എന്നെ അള്ളാഹു എന്നെ നല്ല ഇതേ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ മക്കാ മുശ്രിക്കുകൾ പിന്നാലെ നടന്ന് നബി തങ്ങളെ
വകവരുത്താൻ നടക്കുമ്പോൾ സോറ് ഗുഹയിൽ നിൽക്കുന്ന ഗുഹയിൽ നിൽക്കുമ്പോൾ അബൂഹസ്നവർ പറയുന്നുണ്ട്, അബൂഹതങ്ങൾ നബിയെ പുറത്ത് ശത്രുക്കൾ വരുന്നുണ്ട്, നമ്മളെന്താ പേടിയാവുന്നുണ്ട്, ജീവൻ അപായത്തിലാവും. അപ്പോൾ പറയുന്നുണ്ട്, എന്താ പറയുക, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന, അള്ളാഹു നമ്മോടൊപ്പം ഉണ്ട്. അതാണ് അത്തരത്തിൽ നമുക്ക് ചരിത്രത്തിൽ എടുത്തു നോക്കുകയാണെങ്കിലും മറ്റ് പൂർവ്വസൂരികളുടെ ആണെങ്കിലും പ്രവാചകന്മാരുടെ ആണെങ്കിലും സ്വഹാബത്തിന്റെ ആണെങ്കിലും ഒക്കെ നമുക്ക് ഇത്തരത്തിൽ ആത്മീയമായ ഉന്നതയിൽ എത്തിയ കഥകളുണ്ടെങ്കിലും ഇപ്പോഴത്തെ ഒരു അവസ്ഥ എടുത്തു നോക്കുകയാണെങ്കിൽ ആത്മീയ ചൂഷണങ്ങൾ അതിനെക്കുറിച്ച് പറയാതെ ഇത് ഒരിക്കലും പൂർണ്ണമാവില്ല. ഈ വിഷയം നമുക്ക് വിടാൻ പറ്റില്ല. ഒരു ഇതിന് നമുക്ക് ഏറ്റവും കൂടുതൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പോൾ മായതൻ അക്കാദമിയിൽ ഇപ്പോൾ എജുപാർക്ക് അടക്കമുള്ള പല സ്ഥാപനങ്ങളിലേക്കും വെള്ളം കൊണ്ടുവരുന്നത് മായതൻ അക്കാദമിയുടെ ഗ്രാൻഡ് മസിന്റെ അടുത്തുള്ള അപ്പുറത്തെ ആ കിണറിൽ പാടത്തുള്ള നിന്നാണ്. കിണർ കിണറിൽ നിന്ന് ഒരുപാട് വെള്ളം എടുക്കുന്നുണ്ട്. അപ്പോൾ സമീപ പ്രദേശവാസികൾക്ക് പരാതി കൊടുക്കുകയാണ്. അവരുടെ ഭൂഗർഭ അറയിലുള്ള വെള്ളം കൂടി മായതിന്റെ കിണറിലേക്ക് വരുന്നു, ഒരുപാട് വെള്ളം കൊണ്ടുപോകുന്നു. പരാതി കൊടുക്കുന്നു, അതിന്റെ എൻക്വയറിക്ക് വേണ്ടിയിട്ട് ആൾക്കാർ വരുന്നു. അപ്പോൾ ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് മായതിലുള്ള വിദ്യാർത്ഥികളൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് അസ്മാൽ ബദർ ചെല്ലുന്നുണ്ട്. അന്നും ഇന്നും എല്ലാ കാലത്തും ഉസ്താദിന്റെ ആയുധം അസ്മാൽ ബദറാണ്. ചെല്ലുന്നു, അങ്ങനെ റിസൾട്ട് വരുന്നു. അങ്ങനെ ഭൂഗർഭ അറയിൽ മറ്റുള്ളവരുടെ ഭൂഗർഭ അറയിൽ നിന്നുള്ള ഒരു പുഷും നമ്മുടെ കിണറിലേക്ക് കിട്ടില്ല എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ കിണറിൽ നിന്ന് വീണ്ടും വെള്ളം കൊണ്ടുപോകാനുള്ള ഒരു സമ്മതം നമുക്ക് കിട്ടുക. അതിന്റെ ഈ വിജയത്തെ കുറിച്ച് ഉസ്താദ് ചോദിക്കുമ്പോൾ ഉസ്താദിന് ആ സ്പിരിച്വൽ ബാക്ക്ഗ്രൗണ്ട് ഉസ്താദിനെ അതാണ് പറയുന്നത്. ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഒരുപാട്. ഇന്നത്തെ ലോകത്ത് നിരവധി ആളുകൾക്ക് ഈ സ്പിരിച്വൽ ബാക്ക്ഗ്രൗണ്ട് അതല്ലെങ്കിൽ ആത്മീയമായ ഒരു ശിക്ഷണത്തിന്റെ ആത്മീയമായൊരു പിന്തുണയുടെ ശക്തിയെക്കുറിച്ച് അറിയും. അതുകൊണ്ട് തന്നെ ഈ മേഖലയെ മുതലെടുക്കാൻ വേണ്ടി നിരവധി ആളുകൾ ശ്രമിക്കുന്നുണ്ട്. അതിലേക്കാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നിരുന്നത്. ഇപ്പൊ നമ്മൾ എടുത്തു വരാൻ നോക്കുകയാണെങ്കിൽ ഇന്നിപ്പോ വ്യാജ സിദ്ധന്മാര്, അതിനിപ്പോ ഇസ്ലാം മതം ഒന്നും ആവണമെന്നില്ല, ഹിന്ദുയിസം ആണെങ്കിലും മറ്റ് ആൾദൈവങ്ങള്, അത്തരത്തിൽ വ്യാജ സിദ്ധം ഈ ആത്മീയ തട്ടിപ്പ് അതാണ് പറയുന്നത്. ഇതിന്റെ തട്ടിപ്പുകൾക്കൊക്കെ അവസാനം പ്രതിസ്ഥാനത്ത് വരുന്ന നല്ലതും ചീത്തതും ഒന്നിച്ച് പ്രതിസ്ഥാനത്ത് വരും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് സമൂഹം ഉണ്ടല്ലോ, നെല്ലും പതിനും തിരിച്ചറിയാനുള്ള കഴിവാണ്. ഇത് നമുക്ക് എന്താ അറിയോ, ഇതിന് നമുക്ക് നമ്മൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം തീസ്തിനെ സംബന്ധിച്ചിടത്തോളം അതിർവരമ്പുകളുള്ളതാണ്. അത് അങ്ങനെ ഇല്ലാത്ത ആളുകളെ പറ്റിയിട്ട് പറയുന്നുണ്ട്, ഉലായിക കൽ അൻആമി ബൽഹും അളല്ല്, അവര് മൃഗങ്ങളെ പോകരെയാണ്. അവരെന്ത് ചെയ്യുന്നു, ഇപ്പോ ഈ ലൈംഗികമായിട്ടുള്ളതാണെങ്കിലും മറ്റു ഒരു അതിർവരമ്പുകളും ഇല്ലാതെ അതിർവരമ്പുള്ള അതേ ആളുകൾ തന്നെയാണ് വ്യാജ ത്വരീക്കത്ത് വ്യാജ സിദ്ധന്മാരുടെ അടുത്തൊക്കെ എടുത്തു പോവുക. പെർഫെക്റ്റ് ആയിട്ടുള്ള ഈ സ്പിരിച്വൽ ഇത് നമ്മൾ അത് ഞാൻ പറഞ്ഞു ഫോക്കസ് ചെയ്യണ്ടേ. അതാണ് ഞാൻ പറയണത്. എന്താ വെച്ചാ ഇപ്പോൾ ഇസ്ലാമിൽ ഒരു കാഴ്ചപ്പാടുണ്ട്, അഥവാ ശരീഅത്ത് നന്നായിട്ട് ത്വരീക്കത്ത് നോക്കേണ്ടതുള്ളൂ. ഇപ്പൊ നിരവധി ആളുകൾ വ്യാജ ത്വരീക്കത്തിന് പിന്നാലെ സിദ്ധന്മാർക്ക് പിന്നാലൊക്കെ പോവാണ്. പക്ഷെ അവരുടെയൊക്കെ അടിസ്ഥാനം പരിശോധിക്കാതെ എന്തെങ്കിലും ഒരു അത്ഭുത സിദ്ധി കാണുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറാവാതി മാറ്റുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ ആളുകൾക്കിടയിൽ അട്രാക്ഷൻ ലഭിക്കുന്ന എന്തെങ്കിലും ഒരു ചെറിയ സംഭവം വന്നാൽ അവരുടെ പിന്നിൽ അണിനിരക്കാൻ ആളുകളുണ്ട്, അവർക്ക് പിന്നിൽ പോവുകയാണ്. അവരുടെ ആത്മീയമായ നമ്മൾ നേരത്തെ പറഞ്ഞ വേര് പരിശോധിക്കണില്ല, ശരീരത്തിനെ കുറിച്ച് പഠനങ്ങൾ ആരും നോക്കുന്നില്ല. ഇല്ല, അത്തരത്തിലുള്ള ഒരു പിന്തുണ കൂടി ഇന്ന് പുറമേ കാണുന്നതുകൊണ്ട് ഒരു മുതലെടുപ്പ് മാത്രമാണ്. അതാണ്. അപ്പോ അതിനൊരു വ്യക്തമായിട്ടുള്ള പരിഹാരം വിശ്വാസികൾ ആ ഒരു രൂപത്തിൽ അതിനെ അതാണ് ഞാൻ പറയുന്നത്. കേരളീയ പശ്ചാത്തലത്തിൽ നമ്മൾ ഇതിനെ വിശകലനം ചെയ്യാൻ നമുക്ക് നമ്മുടെ ആത്മീയ നേതാക്കളുണ്ട്, ഉലമാക്കളുണ്ട്, അവരൊക്കെ പാരമ്പര്യമായി പകർന്നു തന്ന വഴികളുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, ആ ശരീരത്ത് നമുക്ക് കാണുന്ന നിസ്കാരം, ദിക്ർ, ഇതൊക്കെ കഴിഞ്ഞിട്ട് ശരീരത്തിൽ നന്നായിട്ടാണ് ത്വരീക്കത്തിലേക്ക് പോകേണ്ടത്, അത് കഴിഞ്ഞിട്ട് ഹക്കീക്കത്ത് പോകേണ്ടത്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ നമുക്ക് കൃത്യവും വ്യക്തവുമായ മാർഗങ്ങൾ നിർദ്ദേശിച്ച ഇന്ന് കേരളത്തിൽ ഒരു പണ്ഡിത സഭയുണ്ട്, അവർ നിർദ്ദേശിച്ചു തരുന്ന മാർഗത്തിലൂടെ ജീവിക്കാന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ആത്മീയമായിട്ടുള്ള ഈ ഒരു പ്രതിരോധം എല്ലാ കാലഘട്ടത്തിലും ഇന്ന് പ്രത്യേകിച്ച് ഈ കണ്ടംപററി റെലവൻസ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. ഈ പ്രതിരോധങ്ങളെ പ്രതിസന്ധികളെ എങ്ങനെ മറികടക്കണമെന്ന് ആ ഒരു മനസ്സിലാക്കണം. പ്രശസ്തമായിട്ടുള്ള ഒരു കോട്ടുണ്ട്, when the world becomes heavy, strong spirituality becomes your wings. നമ്മളുടെ ചിറകുകളാകുന്ന ആത്മീയമായിട്ടുള്ള ആ പ്രതിരോധ ശേഷി അത് എല്ലാ മനുഷ്യരിലും ഉണ്ടാവുക എന്നുള്ളത് ഇന്ന് അത്രയും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതിന്റെ ഒപ്പമായിട്ട് എന്താ ഒരു മെസ്സേജ് കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ഇത്രയും പ്രതിസന്ധികളും പ്രശ്നങ്ങളെല്ലാം നിറഞ്ഞ കാലത്ത് ആത്മീയത എന്നുള്ളത് ഒരു മനുഷ്യനെ പിടിച്ചു നിർത്താനുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള അയാളുടെ അടിവേരാണ്. ആ അടിവേര് പോകാതിരിക്കണമെങ്കിൽ ആ ഒരു മോറൽ ബേസ്മെന്റിലൂടെ ആത്മീയതയുടെ ശിക്ഷണത്തിലൂടെ പോയാലേ ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങളോട് സംസാരിച്ച് സാഹചര്യം മോശമാകുമ്പോൾ അള്ളാഹുവിലുള്ള വിശ്വാസത്തെ മുറുകെ പിടിക്കാം.
ജീവിതം പ്രയാസമാകുമ്പോൾ നിസ്കാരങ്ങളും ദിക്റും അടക്കമുള്ള പ്രാർത്ഥനകൾ നമ്മൾ കൂട്ടുപിടിക്കുക. നഷ്ടപ്പെടുമ്പോൾ, ഒരുപാട് നഷ്ടപ്പെടുമ്പോഴും അള്ളാഹു എല്ലാം നൽകുന്നവനാണെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന് നന്ദി കാണിക്കുക. അതേപോലെ തന്നെ പരാജയങ്ങൾ നിരന്തരമായി ഉണ്ടാകുമ്പോൾ നമ്മൾ ക്ഷമിക്കുക. ആ ക്ഷമിക്കാനുള്ള ആ ത്വര നമ്മളിൽ, സ്വബറിന്റെ ത്വര നമ്മളിൽ ഉണ്ടാവുക എന്നതാണ്. ആഗ്രഹങ്ങൾ ഒരുപാടുണ്ടാവും, എന്നാലും മതം നമ്മുടെ മേൽ കൽപ്പിക്കുക ഈ തീയിസ്റ്റുകൾക്കുള്ള ആ അതിർവരമ്പുകളിൽ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അതിർവരമ്പുകളുടെ ഉള്ളിൽ മാത്രം നമ്മൾ നിൽക്കുക എന്നുള്ളതാണ്. അതായത് തുടർന്നുകൊണ്ടേയിരിക്കുന്ന പരാജയങ്ങളും പ്രതിസന്ധികളും എല്ലാം ഉണ്ടാവുന്ന കാലത്തിലും നമ്മൾ ആത്മീയമായിട്ടുള്ള പ്രതിരോധം നമ്മൾക്കുണ്ടായി നമ്മൾ ഇതിനെയെല്ലാം മറികടന്നുകൊണ്ട് ഇതെല്ലാം ഡെസ്റ്റിനിയാണ്, വിധിയാണെന്നുള്ള വിശ്വാസത്തിൽ ഇനിയും മറ്റൊരു ലോകമുണ്ട്, ആഖിറമാണ് നമ്മളുടെ ആ ഒരു ലക്ഷ്യം അതെ. എന്ന് പറയുന്നത്. ഇരു ലോകത്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ ഇരു ലോകവും വിജയകരമായി കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കണം. അത്തരത്തിലുള്ള ഒരു ആത്മീയമായ പ്രതിരോധം ഇന്നത്തെ കാലത്ത് നമ്മളിൽ വിദ്യാർത്ഥികൾ ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാക്കുകൾ ഞങ്ങൾ നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് വീണ്ടും ഒരു എപ്പിസോഡുമായി അടുത്ത ദിവസം കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.